ഞങ്ങളാണെങ്കിൽ ഏത് നിമിഷവും ഞങ്ങളുടെ ജീവന് ഭീഷണി, ഏത് നിമിഷവും ഞങ്ങൾ തൃശങ്കുവിലാണ് നിൽക്കുന്നത്. തൃശങ്കുവിൽ ഈ പടക്കക്കട തുടങ്ങി ഈ പടക്കക്കടക്കാരൻ കൊല്ലത്ത് കിടക്കുന്ന ഇതിൻ്റെ സ്റ്റാഫ് പുറവശത്ത് താമസിക്കും. ഈ ഒരു പടക്കക്കട എത്രയും പെട്ടെന്ന് ഞങ്ങളെ മാറ്റിത്തന്ന് ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരണമെന്ന് ഞാൻ നീതിപീഠത്തോട് അപേക്ഷിക്കുകയാണ്. നമ്മുടെ ഈ പാങ്ങോട് തന്നെ സാക്ഷ്യം വഹിക്കും. പഞ്ചായത്ത് അധികാരികളെയും ഇത് വസ്തുതർക്കം നിലനിൽക്കുന്ന ഒരു ഭൂമിയാണ്. പഞ്ചായത്ത് അധികൃതരെ, കൊല്ലം കളക്ട്രേറ്റ്, കൊട്ടാരക്കര താലൂക്ക്, പുത്തൂർ വില്ലേജ്, ഇന്ന് നമ്മൾ കയറാത്ത തിരുവനന്തപുരം സെൻട്രൽ സർവേ ഓഫീസ്, ഇതുവരെ ഞങ്ങൾ നിരന്തരം കയറി ഇറങ്ങി. ഇങ്ങേറ്റം എൻ്റെ ഭർത്താവ് ആഹാരം വേണ്ട, എന്തുവാ ഇതാണ്ട് നിൽക്കുന്ന വേഷം കണ്ടോ, ഒരു പ്രവാസി ഒരു വേഷം കണ്ടോ, ഈ ഭ്രാന്തനെ പോലെ അലയുകയാണ്. ഞാൻ അതിനെക്കാട്ടിലും ഭ്രാന്തിയെ പോലെ അലഞ്ഞ് ഇവിടെ വന്ന് താമസമാക്കിയത്. എന്നിട്ടും അവരുടെ വർത്താനം കേട്ടോ, ഇത് എവിടാ നിൽക്കുന്നത്, നിങ്ങളിത് ഭൂമിയായിട്ട് കണ്ടോ, നിങ്ങളിത് ഭൂമിയായിട്ടാണോ ഇത് കണ്ടത്? 1:30 മുതൽ ഏതാണ്ട് 7 മണി വരെയാണ്. പുള്ളിക്കാരൻ പോയി കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ ഉറങ്ങുന്ന സമയത്തേക്ക് ആരെങ്കിലും ഈ നമ്പറിൽ വിളിക്കും. നമ്പറിൽ വിളിക്കും. പുള്ളിക്കാരൻ വന്ന് ഷട്ടർ തുറക്കുക, സാധനം എടുത്തു കൊടുക്കുക, വിടുക, പോവുക, വീണ്ടും ഷട്ടർ തുറക്കുക, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്. അവർക്കിത് കഴിഞ്ഞേച്ച് പോയി കിടന്നുറങ്ങാം. ഇതിനൊക്കെ ഒരു ആഴ്ച മുമ്പ് ഒരു ടയർ പൊട്ടിയപ്പോൾ കൊച്ചിറങ്ങി ഓടിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കഥ പോലെ തുറന്നിട്ടാണ് കിടക്കുന്നത്. ഭീഷണിയുടെ എപ്പോഴാണ് പൊട്ടുന്ന അറിയത്തില്ല, കാരണം ഇത്രയും ഒരു ചൂട് സമയമാണ്. നീതി മുന്നെയാണ്. കൊല്ലം ജില്ലയിലെ പുത്തൂരെ പാങ്ങോട്ട് നിന്നാണ് ഞങ്ങൾ തത്സമയം ചേരുന്നത്. മറ്റൊന്നുമല്ല, തൃശ്ശൂർ പൂരത്തിൻ്റെ വാർത്തകളടക്കം നമ്മൾ ചാനലുകളിലും മറ്റും കണ്ടതാണ്. അധികാരികളടക്കം അവിടുത്തെ പൂരത്തിന് അനുമതി കൊടുക്കുവാൻ നിയമ പോരാട്ടം തന്നെ ഹൈക്കോടതി നടത്തിയതും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ പുത്തൂരിൻ്റെ മണ്ണിൽ പാങ്ങോട് ഒരു പടക്ക മുതലാളി നടത്തുന്ന അങ്ങേയറ്റത്തെ പടക്കശേഖരണത്തിൻ്റെ ഒരു കഥ. ഒരു കുടുംബം ബുദ്ധിമുട്ടുന്നു, പേടിക്കുന്നു. ഒരു നിമിഷം കൊണ്ട് ബും എന്ന് പൊട്ടിത്തീരാവുന്ന പടക്കം പൊട്ടത്തില്ലെന്ന് പറഞ്ഞ് മുതലാളി പഞ്ചായത്തുകാരെയും അധികാരികളെയും വിഡ്ഢികളാക്കുന്നു. പോലീസ് അധികാരികളടക്കമുള്ളവർ ഇവിടെ വന്നിട്ട് എന്താ പറയുക, ആ ഒരു പണത്തിൻ്റെ അധികാരത്തിൻ്റെയും കീഴിൽ തലകുനിച്ചു പോകുന്നു. ആ ഒരു കാഴ്ച കണ്ട് വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഈ ഒരു പ്രവാസി. പാങ്ങോട് സ്വന്തം വീടിന് കെട്ടിടത്തിനോട് ചേർന്ന് തന്നെ മാരക പടക്കങ്ങൾ ശേഖരണം തന്നെ എൻ്റെ ഇതിനുള്ളിലുണ്ട്. ഞാൻ വിരൽ ചൂണ്ടിക്കാണിക്കുന്ന ഈ ഒരു ഷട്ടറിനുള്ളിൽ മാരക പടക്ക ശേഖരണം ഉണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് അടക്കമുള്ളവർ വന്ന് പിടിക്കുകയും കേസെടുക്കുകയും ചെയ്തിട്ട് അതിന് ഷട്ടറിട്ട് പൂട്ടുവാൻ കഴിയാത്ത അധികാരികളോട് നമ്മൾ പറയുകയാണ്, ഒരു ദുരന്തത്തിന് നിങ്ങൾ നാളെ സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഈ ഒരു കുടുംബം മാത്രമല്ല, നിരവധി കുടുംബങ്ങൾ, അതായത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട വീടുകളടക്കം ഇതിന് 4 ചുറ്റുമുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി അധികാരികളുടെ അടുത്ത് നമ്മൾ വിളിച്ചു പറയുന്നു. നാളെ ഒരു സമയത്ത് അധികാരികൾ വിഷമിക്കേണ്ടി വരും, അല്ലെ ദുഃഖിക്കേണ്ടി വരും. ഈ ഒരു കുടുംബം മാത്രമല്ല, ഇതിനോട് ചേർന്ന് നിൽക്കുന്ന കുടുംബങ്ങൾ. പാങ്ങോട്ടുകാർ ഇതിന് തടയിട്ടില്ലെങ്കിൽ നാളെ വലിയൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന് ഞങ്ങൾ പറയുന്നു. അധികാരികളോട് നിങ്ങളോടുകൂടെ പറയുകയാണ്, ഇതിന് നിങ്ങൾ താഴിട്ടില്ലെങ്കിൽ നാളെ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും, അല്ലെങ്കിൽ അന്നൊരു നടപടി എടുക്കാത്തതിന് നിങ്ങൾ വിറങ്ങലിച്ച് നിൽക്കേണ്ടി വരും എന്നുള്ളത്. നമസ്കാരമുണ്ട്. നമസ്കാരം ചേട്ടാ. ചേട്ടൻ്റെ പേരെന്തോ? എൻ്റെ പ്രദീപ് കുമാർ. എന്താണ് ഇപ്പം ഇങ്ങനെ ഒരു വിഷയമായിട്ട് മുന്നോട്ട് വരുന്നത്? എന്താണ് വിഷയം? സാർ, ഞാൻ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര പുത്തൂർ വില്ലേജ് പവിത്രാശ്രമം പഞ്ചായത്തിൽ ഒരു താമസക്കാരനാണ്. ഞാൻ ഒരു പ്രവാസിയായിരുന്നു. ഇപ്പം ഞാനും കുടുംബം താമസിക്കുന്ന സ്ഥലത്തിനോട് ചേർന്നാണ് ഒരു പടക്കട അനധികൃതമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് മാറ്റി സ്ഥാപിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ അപേക്ഷ കൊടുക്കാത്ത വാതിലുകളിൽ എല്ലാ ഉദ്യോഗസ്ഥർക്കും അപേക്ഷ കൊടുത്തിട്ട് നമുക്ക് നീതി ലഭിക്കുന്നില്ല. അതിനാലാണ് ഞാൻ ഈ ചാനൽ വഴി അറിയിക്കുന്നത്. എന്താണ് വിഷയം? വിഷയം എന്ന് പറയാൻ പടക്കട മാറ്റി സ്ഥാപിക്കണം എന്നുള്ളതാണ്. പടക്കക്കട എവിടെയാണ് പടക്കക്കട സ്ഥിതി? ഇത് പാങ്ങോട് കാശി ഫാക്ടറി സമീപമാണ്. പുത്തൂർ പാങ്ങോട്. ഇതിപ്പോൾ ഇവിടെ ഇന്നുകൊണ്ട് കാണിച്ചത്, നമ്മുടെ പുരയിടത്ത് ഇന്നുകൊണ്ട് കാണിച്ചത്. ഇത് തൊട്ട് മുന്നിൽ കാണുന്നതാണ് പടക്കട. ഞങ്ങൾ താമസിക്കുന്നത് ഇതിനോട് ചേർന്നുള്ള ഇതാണ് പടക്കട. ഏകദേശം 3.5 മീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. JS റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. കൊട്ടാരം താലൂക്ക് JS വന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇത് അതിർത്തിയില്ലെന്നും വ്യക്തമായ ബൗണ്ടറി ഇല്ലെന്നും ഭീഷണിയാണെന്നും എല്ലാം കാട്ടി കളക്ടർക്ക് ഒരു പരാതി കൊടുത്തിട്ടുള്ളതാണ്. ഇത് 1 വർഷത്തിന് മേലെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അനധികൃതമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ദിവസം മുമ്പ് SP ഞങ്ങൾ പരാതിപ്പെടുകയും അതനുസരിച്ച് ശാസ്താവ് DYSP ഒക്കെ വന്ന് നേരത്തൊക്കെ വന്ന് ഇവിടുന്ന് 95 കിലോളം ഗുണ്ട, അമ്മിട്ട്, ഓലപ്പടക്കം മുതലായ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓണറോട് പറയുന്നത് ഇതിനകത്ത് പൊട്ടുന്ന സാധനമൊന്നുമില്ല സാറേ, ഇത് പൊട്ടുന്ന സാധനമല്ല ഈ അമ്മിട്ടും ഗുണ്ടോ എന്നൊക്കെ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ചൈനീസ് പടക്കമാണ്, പൊട്ടുന്നതൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഇവർക്ക് യഥാർത്ഥത്തിൽ കളക്ടറേറ്റിന് കൊടുത്തിരിക്കുന്ന 500 ചൈനീസ് പടക്കത്തിനാണ്.
500 കിലോ ചൈനീസ് പടക്കം. അന്നേരം പറയുന്നത് ഒട്ടുന്നല്ല ഗുണ്ട അമിട്ട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇവർ ലാത്തിരി പൂത്തിരി ഇങ്ങനെയുള്ള സാധനങ്ങളാണ് പറഞ്ഞിരുന്നത്. 100 കിലോ അധികം വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റുന്നത് ADM ബീനാറാണി മഠം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇവർ സബ്മിറ്റ് ചെയ്ത അന്നേരം പേപ്പർ കാണിച്ചേക്കും 100 കിലോയുടെ പേപ്പറോടെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അനുവദിച്ചിട്ടില്ല ഇതുവരെയും. ഇവിടെ ഹോൾസെയിൽ റീറ്റെയിൽ ആയിട്ടാണ് സാധനങ്ങൾ വിൽക്കുന്നത്. തൊട്ടടുത്ത് ചുറ്റും വീടുകളിലാണ്. ഇവരുടെ ആരെയും കൺസെന്റ് വാങ്ങിച്ചിട്ടില്ല. കൺസെന്റ് ഒന്നും ഇല്ലാതാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ എല്ലാ രേഖകളും ഉണ്ട് സാറേ. ഈ സ്റ്റോപ്പ് മെമ്മോ പഞ്ചായത്തിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇബ്രാഹിം പഞ്ചായത്ത് ചോദിച്ചിട്ടുണ്ട് ഇത് ലൈസൻസ് ഉണ്ടോ? ഇല്ല. കളക്ടറേറ്റ് ചോദിച്ച് ലൈസൻസ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. 1 വർഷത്തിന് മേലായി ലൈസൻസ് ഇല്ല എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവന ഭീഷണിയാൻ പറഞ്ഞാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതുവരെ ഒരു നിയമ നടപടി സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ പഞ്ചായത്തിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ട് ഇന്ന് രാവിലെയും തുറന്നു കൊടുത്തു. നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ടപ്പോഴാണ് അടയ്ക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് അടച്ചു വെച്ചേക്കുന്നത്. ഇന്ന് പഞ്ചായത്തുകാർ ഇവിടെ വന്നായിരുന്നു. പഞ്ചായത്തുകാർ വന്നില്ല. പ്രസിഡന്റിനെ കൊണ്ട് വിളിച്ചു പറഞ്ഞിട്ടാണ് അടച്ചത്. താൽക്കാലികമായിട്ട് അടച്ചു വെക്ക്, പിന്നത്തെ കാര്യം പിന്നെ ആവട്ടെന്ന് പറഞ്ഞേക്കുന്നു. പിന്നെ തുറക്കാമെന്ന് പറഞ്ഞേക്കുക. തുറക്കുന്ന കാര്യം പിന്നെ ലൈസൻസ് ഇല്ലല്ലോ ഇപ്പൊ തൽക്കാലം. അതിന് ഇതൊരു നടപടിയൊന്നും ആയിട്ടില്ല. ഇപ്പം നമ്മൾ ഈ പടക്കക്കടയെ പറ്റി കൂടുതൽ അന്വേഷിക്കുമ്പം നമ്മൾ ഇതിൻ്റെ ഒരു ലൈസൻസിൻ്റെ കാര്യം കൂടുതൽ വിവരങ്ങൾ അറിയുന്നത് എങ്ങനെയാണ്? പിന്നെ അടുത്തുള്ള വീട്ടുകാരുടെ കൺസെൻറ്റ് വേണം, ഇങ്ങനെയൊക്കെയാണല്ലോ ഇതിൻ്റെ കുറേ നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ ഇവർ കാറ്റിപ്പുറത്തുകയല്ലേ. പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ട് രാവിലെ തുറക്കുന്ന പഞ്ചായത്തിനെ പോലെ ഒരു വാല്യൂ കാണിക്കുന്നില്ല, വില കൽപ്പിക്കുന്നില്ല. അപ്പോൾ ഇവരൊക്കെ എന്തും ആകാമെന്നുള്ളതല്ലേ. സാധാരണക്കാരന് നീതി ലഭിക്കുന്നില്ല ഇവിടെ നിന്നും. ADM സൈറ്റ് കണ്ടിട്ട് പോയിട്ട് പോലും ഇതിനൊരു നടപടി ഉണ്ടാകുന്നില്ല. ബീനാറാണി ADM കൊല്ലം കളക്ടറേറ്റിൽ. എവിടുത്തെ? കൊല്ലം കളക്ടറേറ്റ് ADM കൊല്ലം കളക്ടറിലെ ADM വന്ന് നേരിട്ട് ഇത് കണ്ടിട്ടും ഇത് നടപടി എടുത്തിട്ടില്ല. ഹിയറിംഗിൽ വിളിപ്പിച്ചു. പക്ഷേ അടയ്ക്കുന്ന കാര്യം ഇതുവരെ കളക്ടർ ഇപ്പം ചോദിച്ചാലും കളക്ടറെ പരിഗണന. 1 വർഷത്തിന് മേലായി കളക്ടറെ പരിഗണന എന്ന് പറയുന്നത്. നമുക്ക് ജീവന ഭീഷണി എന്ന് പറയുമ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടും അവർക്ക് ലൈസൻസ് കൊടുത്തിട്ടില്ല. എപ്പോൾ ചോദിച്ചാലും കളക്ടറെ പരിഗണന എന്നാണ് പറയുന്നത്. എന്തുവാ സാർ നീതി ലഭിക്കും? സാധാരണക്കാരന് നീതി ലഭിക്കുന്നത് ഈ നിഷേധിക്കപ്പെടുകയായിരുന്നു. ഇനി കയറി ഇറങ്ങാൻ മുട്ടാത്ത വാതിലുകളില്ല. മുതലാളി പറയുന്നത് ഇത് പൊട്ടാത്ത പടക്കങ്ങളാണ് അല്ലേ? മുതലാളിയുടെ ഒരു വോയിസ് ഒക്കെ ഞങ്ങൾ കേട്ടായിരുന്നു. നിങ്ങളാണ് വിളിച്ചത്? നമ്മളാണ് വിളിച്ചത്. നിങ്ങളെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു. കണ്ടിട്ടൊക്കെ ഉണ്ട്, നേരിട്ട് കണ്ടിട്ടുകൊണ്ട്. പുള്ളി തന്നെ പറയുന്നുണ്ടല്ലോ, വില്ലേജ് ഓഫീസ് വെച്ചാൽ കണ്ടത്, അന്നേരം നിങ്ങൾ അറിയുന്നത് എനിക്ക് അറിയാത്ത പോലും ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പുള്ളി പറയുന്നത് പുള്ളിക്ക് ജീവിക്കാൻ വേണ്ടിയാണ് ഇത് ഒരു പ്രസ്ഥാനം നടത്തുന്നത്. അത് നോക്കിക്കോട്ടെ സാറേ. ആളില്ലാത്തടത്ത് കൊണ്ടിട്ട് ഞാൻ പറയുന്നുണ്ടല്ലോ, ആളില്ലാത്തത് ഇവിടുന്ന് മാറ്റി ആളില്ലാത്ത സ്ഥലത്ത് കൊണ്ടിട്ട് പടക്കം ആവശ്യമൊന്നും വാങ്ങിക്കില്ല സാറേ. ഈ ജനവാസന കേന്ദ്രത്തിന്റെ അടുത്ത് തൊട്ടടുത്ത് പാർക്കുന്നിടത്ത് തന്നെ ഇടണമെന്നുണ്ടോ? അതൊരു ശരിയായ നടപടിയല്ല. ഈ തൊട്ടിയിലൊക്കെ എന്താ ഉള്ളത്? നമുക്ക് ആ തൊട്ടിയൊക്കെ ഒന്ന് കാണിച്ചേ. തൊട്ടിയിൽ മണലൊക്കെ നിറച്ച് വെച്ചേക്കുന്നു. മണലെ വെള്ളമൊക്കെയാണ്. അതുപോലെ തന്നെ ചേർത്ത് ഇന്റർലോക്ക് ഇട്ട പുള്ളിക്കാരൻ തന്നെയാണ്. ഈ ഭിത്തിയോട് ചേർത്ത് ഇന്റർലോക്ക് ഇട്ട് വെച്ചത്. മഴ പെയ്യുമ്പോൾ വെള്ളം എല്ലാം അകത്ത് കയറി വരികയാണ്. ഞാനില്ലാത്ത സമയത്താണ് ചെയ്തു വെച്ചത്. അല്ല, ഇവിടെ വേറെ മാനദണ്ഡങ്ങളൊന്നും ഒരു മാനദണ്ഡം പാലിക്കുന്നില്ല. അതല്ലേ ഒരു മാനദണ്ഡവും പാലിക്കുന്നില്ല. ഒരു മാനദണ്ഡം ഈ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി ഈ ഒരു കാര്യം മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഈ ഒരു ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത് നോക്ക്, ഇത് തമ്മിലുള്ള അകലം നോക്ക്. പൊട്ടിത്തെറിച്ച എന്താണ് ഞങ്ങളുടെ അവസ്ഥ? ഞങ്ങൾ ഉറങ്ങാറ് പോലില്ല സത്യത്തിൽ. ഇപ്പോഴും ഇതിനകത്ത് വലിയ പടക്കശേഖരം തന്നെ. പിന്നെ ഇവിടെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിലാണ് എഴുതി വെച്ചേക്കുന്നത്. ഹോൾസെയിലും റീറ്റെയിലുമാണ്. ഈ അടുത്ത സമയത്ത് പോലീസ് ഉൾപ്പെടെയുള്ളവർ പരിശോധന നടത്തി അത് പിടിക്കുകയും ചെയ്ത് കേസ് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. എന്നിട്ട് പ്രതി അറസ്റ്റ് ചെയ്യുകയെല്ലാം ചെയ്തിട്ടുണ്ടോ? അറസ്റ്റും ചെയ്തിട്ടില്ല ഇതുവരെ. അറസ്റ്റൊന്നും അത് നമുക്കറിയത്തില്ല. അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സാധനങ്ങൾ പിടിച്ച് കേസെടുത്ത്. കുടിക്കൊച്ചുമായിട്ട് ഇവിടെ വന്ന് താമസം തുടങ്ങിയിട്ട് 5 വർഷമായി. എൻ്റെ ഭർത്താവ് ഒരു പ്രവാസിയായിരുന്നു. ഞാൻ 2016 ഒക്ടോബർ 20 മുതൽ കലയപുരം ആശ്രയ സംഘത്തിന്റെ ഹെൽത്ത് ഇൻസ്പെക്ടർ കം ക്വാളിറ്റി കൺട്രോളർ എന്ന തസ്തികയിൽ വർക്ക് ചെയ്യുകയും കൊറോണ വന്ന് ബസ് എന്ന് സ്റ്റോപ്പ് ചെയ്തു അന്ന് വരെ ഞാൻ വർക്ക് ചെയ്തതുമാണ്. ആ സമയത്താണ് ഈ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് കറക്റ്റ് സമയത്ത് ഞാൻ അനാഥത്വത്തിന് മനുഷ്യത്വത്തിന് പരിഗണന കൊടുത്തത് കൊണ്ട് മാത്രം ഇത് ശ്രീ കലയപുരം ജോസാറു വരെ ഇത് കേസിൽ ഇടപെട്ട കാര്യങ്ങളാണ്. ഇതിൽ നിന്നും മാനസികമായും ശാരീരികമായും എൻ്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് വളരെ എൻ്റെ ഭർത്താവ് കുപ്പൂസും നിന്ന് അന്യനാട്ടിലെ ഭിക്ഷക്കാരെ പോലെ റോഡ് റോളറിൻ്റെ ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്നിട്ട് ഇതിനകത്തൊരു കെട്ടിടവും കിട്ടി. പുള്ളിക്കാരൻ്റെ അമ്മയ്ക്ക് ഇപ്പം നല്ല കെയറിങ് കിട്ടുന്നില്ല. 84 വയസ്സുള്ളൊരു സ്ത്രീയാണ് അമ്മ. ആ അമ്മയ്ക്ക് പാരലിസിസ് വന്ന് അത് കെയറിങ് കിട്ടാതെ ഏറ്റവും ഇളയ മകൻ അമ്മയെ സംരക്ഷിക്കാനായിട്ട് വന്നപ്പോഴാണ് ഈ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്നതിന് ആ പീഡനം മൊത്തം ഇത്രയും വർഷം കൊണ്ട് ഏറ്റെടുക്കുന്ന ഈ ഒരു നെഞ്ചും ഫുട്ബോൾ ആവുന്നത് ഞാനാണ്.
ഇപ്പൊ ഇവിടെ ഭയന്നാണ് കഴിയുന്നത്. ഇപ്പൊ ഇവിടെ ഭയന്നാണ് കഴിയുന്നത്. പക്ഷെ എൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു എഫേർട്ടിനെ ഞാൻ മാനിച്ചും കൊണ്ട് പിന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ എന്നെ ഈ ഇത് തുറന്നിട്ട് കതവ് തുറന്നിട്ടാണ് ഞാനും ഈ പൊടിക്കുഞ്ഞും കൂടെ ഈ ചേട്ടനും കൂടെ ഇവിടെ കഴിയുന്നത്. എൻ്റെ ഹസ്ബൻഡ് 9 to 12:30 ആ സമയത്ത് ടൈമാണ് അദ്ദേഹത്തിൻ്റെ രാവിലത്തെ ഡ്യൂട്ടി. ഉച്ച കഴിഞ്ഞ് 1:30 മുതൽ പിന്നെ ഞങ്ങളിവിടെ ഈ പൊടിക്കൊച്ച് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ച് പുത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 9ാം ക്ലാസ്, ഇനി 9ാം ക്ലാസ്, 8 സിയിൽ നിന്ന് 9 സിയിലേക്ക് പിന്നെ മാറുന്ന പിന്നെ പ്രമോഷൻ കിട്ടി മാറുന്ന, അതായത് ഒരു SPC ജൂനിയർ കേഡറ്റായ ശ്രീശ്രേയസ്പിയുടെ അമ്മയാണ് ഞാൻ, രാജീവ് ചന്ദ്ര. അച്ഛനാണ് പ്രദീപ് കുമാർ. ഇത്രയും നിസ്സഹായ അവസ്ഥയിൽ ആ കുട്ടി തരണം ചെയ്യുന്നതും അങ്ങേ അറ്റത്തൊരു ഒരു ഭീകരതയെ തന്നെയാണ്. നാളത്തെ ഒരു പൗരനാവുന്ന അവൻ ഇപ്പോഴേ എന്താണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വെച്ചാൽ അവന് തന്നെ ഒരു പിടുത്തമില്ലാത്ത പോക്ക്. അമ്മ സമാധാനമായിട്ടിരിക്കും, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇപ്പോൾ ശ്രീശ്രേയസ് പി എന്നുള്ള നെയിം പ്ലേറ്റ് അവന് കിട്ടിയിട്ടുണ്ട്. അതിന് ഞാൻ ചോദിച്ചു അതിനപ്പുറത്ത് IAS IPS എന്ന്. അത് എന്താണെന്ന് വെച്ചാൽ ഈശ്വരൻ വിധിക്കട്ടെ എന്നാണ് കുഞ്ഞു പറയുന്നത്. ഇന്നും ഗീത ക്ലാസ്സിന് എനിക്ക് പിന്നെ ഈ രാമായണം മഹാഭാരതമായിട്ട് യാതൊരു ബന്ധമുള്ള ആളല്ല. പക്ഷേ ഞാൻ ഗീത ക്ലാസ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ രാധാമണി ടീച്ചർ എടുത്ത് വിടുന്നുണ്ട്. അതിൻ്റെ ഒരു അവൻ വഴി എനിക്കൊരു ആ വിഷ്ണു സഹസ്രനാമങ്ങൾ ഇതെല്ലാം കേട്ട് പഠിക്കാനും മൈക്ക് ഇവിടെ അതിന് വെച്ച് കെട്ടുന്നത് മിക്കവാറും അമ്പലത്തിലേത്. ഇത് നടന്നുകൊണ്ടിരുന്ന സമയത്ത് 12 മണിക്ക് നിർത്തേണ്ട വായന 12:15 ഇവിടുത്തെ പോലീസുകാർക്ക് അത് ഇവിടെ പിന്നെ അവരുടെ പിന്നെ SNDPയുടെ കന്യാഞ്ചിൻ്റെ ഇത് അവരിവിടെ പായസം വെച്ചതാണ്. ഇവിടെ പായസം വെക്കാൻ ഉടമ സമ്മതിച്ചില്ല. അവിടെ ഇട്ട് പായസം വെച്ചിട്ട് അതിൻ്റെ കരി വാരിയിട്ടിരിക്കാനുള്ള നമ്മൾ ഇതാണ് നമ്മുടെ ഇതിനായിട്ടുള്ള ഇത്. ഈ മണ്ണ് അപ്പുറത്ത് ഞങ്ങളുടെ കിണറ്റിൽ നിന്നും എടുത്ത് ഇവിടെ ഇട്ട് വറബാന വഴി ഇവിടെ ഇട്ടതിന് ഇദ്ദേഹം പറഞ്ഞ് ഇതിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന്. അതിനും ഇവർ തമ്മിൽ സംഭാഷണം ഉണ്ടായി. ഇങ്ങേറ്റം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇതുവരെ ചീത്ത വിളിച്ച് ഞാൻ കേട്ടില്ല. ചീത്ത എന്തോ 2 കൂട്ടം വിളിച്ചാൽ അന്നേരം സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്തതാണ്. നിരന്തരം പരാതികളും പരിഭവങ്ങളുമായിട്ട് ഈ 2019 ഡിസംബർ 3-ാം തീയതി ഈ നാട്ടിൽ വന്ന അദ്ദേഹം അന്ന് തൊട്ട് പരാതികളും പറയും. ഞാൻ പറഞ്ഞു ചേട്ടാ നമ്മുടെ കുറച്ച് ജീവിതമല്ല ഉള്ളത്, നമുക്ക് എങ്ങനെ എന്തുവാന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട മുതലിന് ഈ മുതലാളി നിങ്ങളുടെ അടുത്ത് പറയണ്ടായല്ലോ അപകടം ഉണ്ടാവത്തില്ല, എനിക്ക് ജീവിക്കാൻ വേണ്ടിയാണ് ഇത്. എൻ്റെ ഹസ്ബൻഡ് പിന്നെ ഉദ്യോഗമായിട്ട് സംഭാഷണത്തിൽ കിട്ടിയതാണ്. ഇവിടെ നിർമ്മിത നിർമ്മാണ പടക്കങ്ങളൊന്നും തന്നെ ഇല്ല. ചൈനീസ് പടക്കം മാത്രമേ ഞാൻ വിട്ടുന്നുള്ളൂ. ഇതൊന്നും പൊട്ടുന്ന സാധനങ്ങളല്ല. പിന്നെ എന്തുവാ നിങ്ങൾ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നില്ലേ? എന്തുവാ വലിയ ഗോഡൌണിൻ്റെ അടുത്ത് ആരെങ്കിലും താമസിക്കുന്നില്ലേ? നിങ്ങൾ പിന്നെ ആക്സിഡന്റ് സംഭവിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ വണ്ടിയിൽ പോകുന്നില്ലേ? ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. നിങ്ങളോട് ആര് പറഞ്ഞു ഇവിടെ ഒന്ന് താമസിക്കാൻ? ഒരു പ്രവാസിയായ ഒരാൾ ഗൾഫിൽ നിന്ന് വന്നപ്പം കൊല്ലത്ത് കിടക്കുന്ന ഒരാളുടെ ചോദ്യമാണ് നിങ്ങളോട് ആര് പറഞ്ഞു ഇവിടെ താമസിക്കാൻ? ഞാൻ പറഞ്ഞോ നിങ്ങളോട് താമസിക്കാൻ? നിങ്ങൾക്ക് ഇവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എങ്ങോട്ടെങ്കിലും പൊക്കോളൂ എന്നാണ് പുള്ളിയുടെ മറുപടി. നിങ്ങളെ ആരെങ്കിലും കൊണ്ട് ഭീഷണിപ്പെടുത്തിയോ ചെയ്തിട്ടുണ്ടോ? നേരിട്ട് ഭീഷണിയൊന്നും പെടുത്തിയില്ല. ഞാൻ ദൈവം സഹായിച്ച് ഞാൻ ഈശ്വരനിൽ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ്. എനിക്കതുകൊണ്ട് ആരുടെ ഭീഷണിയും ഒന്നും എൻ്റെ മുമ്പിൽ വന്നിട്ടില്ല. ദൈവമായിട്ട് തട്ടി മാറ്റുന്നതായിരിക്കും. പഞ്ചായത്തുകാരുടെ പിന്നെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഈ പടക്കക്കട ഇവിടെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ സ്ഥലത്തില്ല. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഞാൻ വർക്കിങ്ങിലാണ്. പക്ഷെ അത് കുഴിക്കലിടവയിൽ റൂഡ് പുറമ്പോക്കില്ല. അത് പഴയ രേഖകളിൽ സ്വാതിരുന്നാളിൻ്റെ ആണ് മുൻപ്രമാണം. ഇവർക്ക് മുൻപ്രമാണം മുൻപ്രമാണം അവർ ഹാജരാക്കട്ടെ. ഹാജരാക്കുന്ന ആ രേഖകൾ അവർ ഹാജരാക്കട്ടെ. മുൻപ്രമാണം 95 വരെ നമ്മൾ കരവടച്ച 5 സെൻറ്റ്, അതായത് 2 ആറിന് കരവടച്ച ഇത് പണ്ടാണെങ്കിൽ വസ്തുവിനൊന്നും വലിയ ഇതൊന്നും ആരും വില കൽപ്പിക്കത്തില്ല. അതുകൊണ്ട് 7 സെൻറ്റ് 2 സെൻറ്റ് നമ്മൾ വിലയാധാരവും മേടിച്ചിട്ടുണ്ട്. അതന്ന് അച്ഛൻ പോക്കുവരവ് ചെയ്തില്ല. അച്ഛനെ അറിയത്തില്ല. അച്ഛൻ ഇത്രയും മക്കളെ വളർത്താനായിട്ട് മാതൃഭൂമിയുടെ ഏജന്റ് എന്ന് പറഞ്ഞ് ഈ കൊട്ടാരക്കര മുതൽ ഇത്രയും ഏരിയയിൽ സൈക്കിൾ ചവിട്ടി എത്തിക്കുന്നതായിരുന്നു എൻ്റെ അമ്മയ്യ. പിന്നെ എന്നിട്ട് വന്നിട്ടാണ് ഈ കട തുറക്കുന്നത്. അങ്ങനെയുള്ള